പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. പാർവണ കോളിംഗ്. ഒപ്പം അവളറിയാതെ എടുത്ത അവളുടെ ചിത്രവും ഡിസ്പ്ലേയിൽ തെളിഞ്ഞു. ഒരു നിമിഷം ഒരു പിന്നൽ പിണർ ഉള്ളിൽ തെളിഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവളുടെ ഈ വിളി. ഫോൺ അടിക്കുന്നുവെന്ന് നോക്കി അതിൻ്റെ പൊരുളറിയാതെ ഹരിയിരുന്നു. അറ്റൻഡ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ? ഹരി ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. സർ, പാർവണയാ. കുറച്ചു നേരം അപ്പുറത്ത് മൗനമായിരുന്നു. ഇത്തിരി നേരം കഴിഞ്ഞ് ആ നാദം വീണ്ടും കേട്ടു. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വൈകിട്ടൊന്ന് ബീച്ചിൽ കാണാമോ? അത് പാർവണ. ഞാൻ. പ്ലീസ് സാർ, ഒരു അരമണിക്കൂർ അത്രയും മതി. ഞാനിന്ന് 1 മണിക്കൂർ നേരത്തെ ഇറങ്ങാം. ഓക്കെ. ഫോൺ കട്ട് ചെയ്തിട്ടും ഹരി അല്പനേരം അവളുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു. എന്തോ ഒരു നോവ് ഉള്ളിൽ പടരുന്നത് വ്യക്തമായി അറിയുന്നുണ്ടായിരുന്നു. ധ്രുവ്, ഗായത്രി വിളിച്ചത് കേട്ട് ധ്രുവ് ഒന്ന് തിരിഞ്ഞു നോക്കി. യെസ്. ചോദ്യരൂപത്തിൽ ഗായത്രിയെ നോക്കിയതും അവൾ മെല്ലെ മുന്നിലുള്ള കസേരയിൽ വന്നിരുന്നു. പുതിയ വീടിൻ്റെ ഹൗസ് വാമിംഗ് സൺഡേ അല്ലേ? യെസ്. അതിന്? ചെറിയൊരു നീരസമുണ്ടായിരുന്നു ധ്രുവിൻ്റെ വാക്കുകളിൽ. പെട്ടെന്നാണ് പാർവണ അനുവാദം ചോദിച്ച് കയറി വന്നത്. ധ്രുവ്, എടോ, നമുക്ക് സ്റ്റാഫ്സ് എല്ലാവരെയും ഒന്ന് ഇൻവൈറ്റ് ചെയ്യണ്ടേ? പാർവണ കേൾക്കാൻ വേണ്ടി ഇത്തിരി കൊഞ്ചി തന്നെ അവൾ ചോദിച്ചു. തല താഴ്ത്തി ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന പാർവണയെ ഇടം കണ്ടിട്ട് ധ്രുവ് നോക്കി. താൻ പോയി ഇൻവൈറ്റ് ചെയ്തോളൂ ഗായു. ഞാൻ ക്ഷണിച്ചാലും താൻ ക്ഷണിച്ചാലും ഒരുപോലല്ലേടോ? പാർവണയുടെ മുഖം വലിഞ്ഞു മുറുകുന്നതും ഗായത്രിയുടെ മുഖം തിളങ്ങുന്നതും ധ്രുവ് ശ്രദ്ധിച്ചു. ഗായത്രിയുടെ കിളികളൊക്കെ പറഞ്ഞിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഗായു എന്ന് ധ്രുവ് വിളിക്കുന്നത്. ഇതൊന്ന് സർ സൈൻ ചെയ്ത് തന്നാൽ എനിക്ക് പോവായിരുന്നു. ക്ഷമ കേട്ട് പാർവണ പറഞ്ഞു. എപ്പോൾ സൈൻ ചെയ്യണമെന്നും എങ്ങനെ സൈൻ ചെയ്യണമെന്നും ധ്രുവിനറിയാം, കേട്ടോടി? ഗായത്രി പറഞ്ഞതും പാർവണ അവളുടെ നോട്ടത്തിൽ ഗായത്രി മെല്ലെയൊന്ന് ചൂളിയിരുന്നു. എല്ലാം ശ്രദ്ധിച്ച ധ്രുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഊറി വന്നു. രണ്ടാളും കാണാതെ അവനത് അഡ്ജസ്റ്റ് ചെയ്തു. വേഗം സൈൻ ചെയ്തു കൊടുത്തു. പാർവണ അതും കൊണ്ട് വേഗം അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞ് ഗായത്രിയും ധ്രുവും ഒരുമിച്ച് വന്ന് എല്ലാ സ്റ്റാഫുകളെയും സൺഡേ നടക്കാൻ പോകുന്ന ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചു. ജെനിക്കും പാർവിനും കിട്ടി കൂട്ടത്തിൽ ഇൻവിറ്റേഷൻ കാർഡ്. പാർവിൻ്റെ അടുത്തെത്തിയപ്പോൾ മാത്രം ഗായത്രി ചാടിക്കേറി സംസാരിച്ചു. ധ്രുവിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, സൺഡേ വരണേ. കളിയാക്കിയതാണെന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ പാർവണ നിന്നു. ചെറിയ ചിരിയോടെ നോക്കി ധ്രുവ് പോയി. ജെനിക്ക് പക്ഷെ കൺട്രോൾ പോയിരുന്നു. എന്തോ പറയാൻ ഗായത്രി വാ തുറന്നതും ജെനി പറഞ്ഞു, ആന പോയി, ആനപ്പിണ്ണ കൂടെ പോണില്ലേ ഡി എന്ന് വിളിച്ച് ഗായത്രി ജെനിയുടെ നേർക്ക് ചെല്ലാൻ തുടങ്ങിയതും കേട്ടു ധ്രുവിൻ്റെ ഗായു എന്നുള്ള വിളി. വേഗം അവളെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് ഗായത്രി പോയി. അല്പനേരം കഴിഞ്ഞ് HR-ൽ നിന്ന് സമ്മതവും വാങ്ങി പാറു 1 മണിക്കൂർ നേരത്തെ ഇറങ്ങി. ജെനി കുറെ പുറകെ നടന്ന് ചോദിച്ചു എവിടേക്കാണെന്ന്. വന്നിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ കണ്ടു കുട്ടികളെപ്പോലെ മുഖം ഓർപ്പിച്ചത്. ചൂണ്ടുവിരൽ കൊണ്ട് കവളിലൊരു കുത്തു കൊടുത്ത് പറഞ്ഞു, വന്നിട്ട് പറയാടിയെന്ന്. മെല്ലെ ബാഗുമെടുത്ത് പുറത്തിറങ്ങിയതും ഒരു ഓട്ടോ കിട്ടി. അധികം ആരും ഉണ്ടായിരുന്നില്ല ബീച്ചിൽ. കാരണം ഉച്ചവെയിൽ വാങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി കഴിയണം ജനങ്ങൾ എത്തണമെങ്കിൽ. അല്ലെങ്കിലും രക്തവർണ്ണമാർന്ന് കടലിൻ്റെ ഹൃദയത്തിൽ വീണ് മയങ്ങാൻ പോകുന്ന സൂര്യൻ്റെ ഭംഗി ഒന്ന് കാണാൻ മാത്രമാണ് അധിക പേരും വരുന്നത്. തളർന്നു നോക്കി ഒരു ബെഞ്ചിൽ പോയി ഇരുന്നു പാർവണ. പാവക്കുട്ടിയുടെ മുടി ഒരു പ്രത്യേകതരം ക്ലിപ്പ് വെച്ച് പലതരത്തിൽ കെട്ടുന്ന കച്ചവടക്കാരനെ അയാളുടെ പ്രവൃത്തിയും കണ്ട് അവൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട് ദൂരേന്ന് നടക്കുന്ന ഹരിസാറിനെ. ഇപ്പോഴും കുസൃതി നിറഞ്ഞ മുഖത്ത് വിഷാദഭാവം ഉള്ളതുപോലെ പാർവണയ്ക്ക് തോന്നി. തന്നെ കണ്ടിട്ടാവണം ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്തെത്തിയപ്പോൾ എണീറ്റ് നിന്ന് ഒന്ന് ചിരിച്ചു. തിരിച്ചും തെളിച്ചുമില്ലാത്ത ഒരു ചിരി മറുപടിയായി ലഭിച്ചു. വന്നിട്ട് കുറേ നേരമായോ? സാർ ചോദിച്ചു. ഇല്ല, ഒരു അരമണിക്കൂർ. വല്ലാത്ത കനമുണ്ടായിരുന്നു മൂളലിന്. അല്പനേരത്തെ മൗനത്തിന് ശേഷം 2 പേരും പോയി ബെഞ്ചിലിരുന്നു. സാറിന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? എല്ലാം എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് വന്നതാ. അറ്റ്ലീസ്റ്റ് തൻ്റെ മനസ്സെങ്കിലും അറിയണമായിരുന്നു ഞാൻ. പാർവണ ഒന്ന് പുഞ്ചിരിച്ചു. സൂര്യൻ്റെ ലക്ഷ്മികൾക്ക് തീവ്രത കുറഞ്ഞു അല്ലേ സാർ? ഇനി അവയ്ക്ക് ചൂടും കുറയും. ആരെയും നോവിക്കാൻ കഴിയില്ല. അങ്ങ് ചക്രവാളത്തിലേക്ക് നോക്കി പാർവണ പറഞ്ഞു. ഒന്നും മനസ്സിലാവാതെ തന്നെ നോക്കിയിരിക്കുന്ന ഹരിയെ നോക്കി അവൾ ചോദിച്ചു, നമുക്കൊന്ന് നടക്കാം? സമ്മതഭാവത്തിൽ തലയാട്ടി അവർ കടലിൻ്റെ കരയിലൂടെ നടന്നു. ചിനി എത്തിയിട്ടും പാർവിനെ കാണാതെ വന്നപ്പോൾ അന്നമ്മ ചേട്ടത്തി അവളെ ചോദിച്ചു, എനിക്കൊന്നും അറിയാൻ മേലെ എൻ്റെ ചേടത്തി എന്ന് പറഞ്ഞ് അവൾ കുഞ്ചോസിനെ അടച്ചു നിന്നു. ഓമനത്തമുള്ള അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഉറക്കത്തിൽ ചിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖം ഒത്തിരി സുന്ദരമാണെന്ന് തോന്നി ജെനിക്ക്. അച്ഛൻ്റെ മോൻ തന്നെ. ആ കള്ളച്ചിരിയും നുണക്കുഴിയും അതുപോലെ കിട്ടിയിട്ടുണ്ട്. കുറച്ചു നേരം കൂടി അവനെ നോക്കിയിരുന്നു ജെനി. പിന്നെ തൊട്ടിലിന് വെളിയിലിട്ട കുഞ്ഞി പാദങ്ങൾ മെല്ലെ മുത്തി. എന്തോ നിന്റെ അച്ഛൻ എൻ്റെ പാറുവിനെ ചതിച്ചതാണെന്ന് വിശ്വസിക്കാൻ പറ്റണില്ലട ആൻറ്റിക്ക്. ഇപ്പോഴും ഉണ്ടോ നിന്റെ അച്ഛനും അമ്മയോടുള്ള സ്നേഹം? അവർക്കിടയിൽ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്, അതറിയണം. ജെനി ആൻറ്റിയുടെ കുഞ്ഞ് രാജകുമാരനെ പോലെ കഴിയേണ്ടവനാ. നിന്റെ അമ്മയ്ക്കും വേണ്ട ഒരു ജീവിതം. എല്ലാം ഒന്ന് കലങ്ങി തെളിയണം. ജിനി ആൻറ്റി ഇനി അതിനുവേണ്ടി ശ്രമിക്കും. കേട്ടോടാ ജൂനിയർ ശ്രീധ്രുവേ. ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. മനസ്സിൽ പക്ഷേ ചിലത് ഉറപ്പിച്ചിരുന്നു.
ജിനിയുടെ മനസ്സിലുള്ളത് ഹരിയെ അറിയിച്ചിരുന്നു പാർവണ. സാർ അറിയാതെ പോകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതാ ഞാൻ. അവൾ പാവ. അവളെക്കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സാർ തീരുമാനിക്കൂ. അമ്മ സമ്മതിക്കുമെങ്കിൽ ഒരു ജീവിതം കൊടുത്തുവിടേണ്ട ജിനിക്ക്. മറുപടി പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. മനസ്സിലുള്ളത് സ്ലേറ്റിൽ എന്ന പോലെ മായ്ക്കാനാവില്ലല്ലോ. സാവകാശം മാത്രമേ അത് നടക്കൂ എന്ന് പാർവണ ചിന്തിച്ചു. സാർ ആലോചിച്ച് തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് പാറ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പാർവണ പ്രതീക്ഷയോടെ തിരിഞ്ഞതും ഇത്തിരി ജാള്യതയോടെ ഹരി ചോദിച്ചു. പാർവണയുടെ ഹസ്ബൻഡ്. നടന്നകന്ന അവൾ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ വെറുതെ അറിയാൻ. ഇറ്റ്സ് ഓക്കെ സാർ. ഇപ്പോഴുമുണ്ട്. താലി കെട്ടി. വളരെ കുറച്ച് ദിവസത്തെ ദാമ്പത്യം. എൻ്റെ മോനെയും തന്നിട്ട് പോയി. കരയിലെന്ന് ഉറപ്പിച്ചിരുന്നു പാർവണ. എങ്കിലും അവസാനം ശബ്ദം ചിലമ്പിച്ചിരുന്നു. എവിടെയാ? നമുക്കത് ഒന്ന് സംസാരിച്ച് ശരിയാക്കി കൂടെ? അതൊന്നും ഇനി ശരിയാവാൻ പോകുന്നില്ല സാർ. ഞാൻ പോട്ടെ. മോൻ അന്വേഷിക്കും. ഡോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കൂട്ടുകാരിക്കും ഒരു ജീവിതം വേണമെന്ന എൻ്റെ മോഹം. പറഞ്ഞത് മനസ്സിലാവാതെ പിടയുന്ന കണ്ണുമായി അവൾ ഹരിയെ നോക്കി. സാർ എന്താ പറഞ്ഞത്? അതേടോ, തൻ്റെ ജെനി എനിക്ക് വേണമെന്ന്. ഇത്രയും എന്നെ സ്നേഹിക്കുന്നയാളുടെ മനസ്സ് കാണാതെ പോകുന്നത് എങ്ങനെയാണോ? പിന്നെ തന്നെ കണ്ടപ്പോൾ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അല്ലാതെ കൂടുതലൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഇത്രയും തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ജെനിയുടെ സ്നേഹം ഇനി എനിക്കും വേണോടോ? മിഴികൾ നിറഞ്ഞ് ആ മുന്നിൽ കൈകൾ കൂപ്പി നിന്നു പാർവണ. സാർ എൻ്റെ ജെനി. റിലാക്സ്. പിന്നെ താൻ പോയി കെട്ടി ഘോഷിക്കണ്ട. എൻ്റെ പെണ്ണിനോട് ഞാൻ പറഞ്ഞോളാം. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.